ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യ പാർട്ടിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൻ്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ എന്ത്, അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക് ബേസിക്സും അതേപോലെ ലിങ്ക് മനസ്സിലാക്കാനുള്ള എഫക്റ്റീവ് ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടാണ് ലിങ്ക്സിന് ഇത്ര ഇമ്പോർട്ടൻസ്, ഒരു വെബ്സൈറ്റ് നമ്മൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, ഒരു കീവേഡ് നമ്മൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, ഒരു ലിങ്ക് നമ്മൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലിങ്ക് ബേസിക്സാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മളുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും നമ്മൾ ഇതേപോലെ സീരീസ് ചെയ്യുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കാണാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ലിങ്ക് ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പല URLലും പല വെബ്സൈറ്റിലും നമ്മൾ കയറുമ്പോൾ കാണാറുണ്ട് ലിങ്ക്. അപ്പോൾ ഓരോ ലിങ്കിൽ കയറിയിട്ടാണ് നമ്മൾ ഓരോ സൈറ്റിൽ നമ്മൾ ലോഗിൻ ആവുന്നത്. അപ്പോൾ സൈറ്റിൽ നമ്മൾ എന്ത് വിസിറ്റ് ചെയ്താലും അതൊക്കെ ഓരോരോ ലിങ്കാണ്. നമുക്ക് ഈ ലിങ്ക് അറ്റാച്ച് ചെയ്യാം, ഫോട്ടോയിലും വീഡിയോയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യും. അതൊരു HTML ആണ് ശരിക്കും. അപ്പോൾ അതാണ് ലിങ്ക്. എന്തിനാണ് ഈ ലിങ്കിൻ്റെ ഇത്ര അധികം ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. വൈ ലിങ്ക്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെ, ലിങ്ക്സ് ഹെൽപ്പ് സെർച്ച് എൻജിൻസ് ഡിസ്കവർ ദ കണ്ടൻറ് ഓൺ യുവർ സൈറ്റ്. അതായത് നമ്മളുടെ സൈറ്റിൽ ഓരോ കണ്ടൻറ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് ലിങ്ക് വഴിയാണ് അത് എത്തുന്നത്. ലിങ്ക് ഹെൽപ്പ് സെർച്ച് എൻജിൻ ഡിസ്കവർ ദ കണ്ടൻറ് ഓൺ യുവർ സൈറ്റ്. സെർച്ച് എൻജിൻ ഓൾറെഡി നമ്മളുടെ സൈറ്റിലെ ഓരോ കണ്ടൻറ്റും ഈ ലിങ്ക് ത്രൂ ആണ് ഡിസ്കവർ ചെയ്യുന്നത്, കണ്ടെത്തണത്. നിങ്ങൾക്കറിയാലോ, ഓരോ കാറ്റഗറി നമ്മൾ കയറുമ്പോൾ അതെല്ലാം ഓരോരോ ഈ പറഞ്ഞ പോലെ ലിങ്ക്സാണ്. രണ്ടാമത്തത്, ലിങ്ക്സ് ഐഡൻറ്റിഫൈ യുവർ കണ്ടൻറ് ആസ് ബീങ് വാല്യുബിൾ. ഇപ്പോൾ ലിങ്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ കണ്ടൻറ്റ്സ് വാല്യുബിൾ ആണോ അല്ലയോ എന്ന്. അതായത് ഒരു പ്രത്യേക ലിങ്കിൽ കുറേ ആളുകൾ നിരന്തരം കയറണമെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടൻറ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നാച്ചുറലി അത് പ്രൊമോട്ടഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ലിങ്ക് ഐഡൻറ്റിഫൈ യുവർ കണ്ടൻറ് ആസ് ബീങ് വാല്യുബിൾ. നിങ്ങളുടെ കണ്ടൻറ് വാല്യുബിൾ ആണോ എന്ന് ലിങ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. 3, ലിങ്ക്സ് ഹെൽപ്പ് ബ്രിങ് പീപ്പിൾ ടു യുവർ സൈറ്റ്. കൂടുതൽ ആളുകൾക്ക് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് എത്താൻ കാരണമാകുന്നൊരു കാര്യം ലിങ്കാണ്. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നമ്മളുടെ വെബ്സൈറ്റിലേക്ക്. അതിന് ലിങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത് നോക്കാം ലിങ്ക് അനാലിസിസ് ടൂൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിങ്ക് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും പല രീതിയിൽ. അതായത് അതിലെ കീവേഡ് ഏതാണ് കൂടുതൽ, അതായത് ഒരു വെബ്സൈറ്റിൽ ആളുകൾ കയറാൻ നേരത്തെ ഏതെല്ലാം കീവേഡ് ആണ് ആ വെബ്സൈറ്റ് കൂടുതൽ വരുന്നത്, ആ വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് ഏതാണ്, അതിൻ്റെ റേറ്റിംഗ് എത്രയാണ്, അതിൻ്റെ സൈറ്റ് എക്സ്പ്ലോറർ എങ്ങനെയാണ്, ആ സൈറ്റ് ഏതെല്ലാം ലാംഗ്വേജസിൽ നിന്നാണ് കൂടുതൽ വിസിറ്റിങ്, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ കൂടുതൽ കയറുന്നത്. ഇതെല്ലാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, യൂട്യൂബും ഫേസ്ബുക്കും ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ. നമ്പർ 1 ഗൂഗിളാണ്. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നാച്ചുറലി ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതേപോലെ ബാക്ക് എൻഡ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ സ്കോപ്പും കൂടുതൽ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ലിങ്ക് അനാലിസിസ് ടൂളിൽ ഒന്നാമത് നമുക്ക് നോക്കാം moz.com ആണ്. അത് ലിങ്ക് എക്സ്പ്ലോററിന് വേണ്ടിയാണ് മെയിനായിട്ട്. ലിങ്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനാണത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒന്ന് മോസിലൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് moz.com സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾക്ക് അതിൽ കയറുമ്പോൾ ട്രൈ മോസ് പ്രോ ഫ്രീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രോക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രീ SEO ടൂൾസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ലിങ്ക് എക്സ്പ്ലോറർ കാണാം, കീവേഡ് എക്സ്പ്ലോറർ കാണാം, കോമ്പറ്റീറ്റീവ് റിസർച്ച് കാണാം, ഡൊമൈൻ അനാലിസിസ് കാണാം. അങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്കിതിൽ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസ് കൂടുതലും ഫോക്കസ് ചെയ്യണത് ലിങ്ക് ബേസ് ആണ്. ലിങ്ക് എക്സ്പ്ലോറർ ചെയ്യാനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിങ്ക് എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യാം.
ഇവിടെ നിങ്ങൾ ഏത് ലിങ്കാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിവിടെ കൊടുക്കാം. ഞാനിവിടെ facebook.com fb.com എന്നുള്ള ഒരു URL ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് fb.com ആണ്. അപ്പോൾ നമുക്കതിൽ ലിങ്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ കൊടുക്കുകയാണ് fb.com. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് fb.com ആണ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഞാനതിൽ ക്ലിക്ക് ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൊമൈൻ അതോറിറ്റി, ലിങ്കിങ് ഡൊമൈൻസ്, ഇൻബൗണ്ട് ലിങ്ക്സ്, റാങ്കിങ് കീവേഡ്സ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്, അതിൻ്റെ ലിങ്ക് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഓവർവ്യൂവിൽ ഇൻബൗണ്ട് ലിങ്ക്സ്, ലിങ്കിങ് ഡൊമൈൻസ്, ആങ്കർ ടെക്സ്റ്റ്. അപ്പോൾ ഡൊമൈൻ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ ഉള്ളൊരു സ്കോറാണത്. അപ്പോൾ 94 ഫേസ്ബുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 100-ൽ 94 ഡൊമൈൻ അതോറിറ്റി. അതിൻ്റെ ഒരു അതോറിറ്റിയുടെ ഒരു റാങ്കിങ് ആണ് പറയുന്നത്. അതേപോലെ റാങ്കിങ് കീവേഡ്സ് നിങ്ങൾക്കിവിടെ കാണാം 46,000 റാങ്കിങ് കീവേഡ്സ്. ഇൻബൗണ്ട് ലിങ്ക്സ് 165.1 മില്യനാണ്. ലിങ്കിങ് ഡൊമൈൻസ് 4,58,000 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ URL about facebook.com, പേജ് അതോറിറ്റി 87. പേജ് അതോറിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു 100-ലുള്ള സ്കോറാണ്. അവിടെ ടോപ്പ് ആങ്കർ ടെക്സ്റ്റ് ഫോർ ദിസ് സൈറ്റ്, നോ ആങ്കർ ടെക്സ്റ്റ്, എക്സ്റ്റേണൽ ലിങ്ക്സ്, ഫേസ്ബുക്ക്, ബ്ലോഗ് പോസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മോസ് വഴി അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടൂള് എന്താണെന്ന് നോക്കാം. അടുത്ത ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ majestic.com ആണ് അടുത്ത ടൂള്. സൈറ്റ് എക്സ്പ്ലോററിന് വേണ്ടിയാണ് ഈ മജസ്റ്റിക് ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ majestic.comൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് കാണാം. രജിസ്റ്റർ ഫോർ ഫ്രീ, പ്ലാൻ ആൻഡ് പ്രൈസിങ്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാൻ, പ്രൈസിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി fb.com തന്നെ കൊടുക്കുകയാണ്. fb.com കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാം. ഇതിൻ്റെ എന്താണ് ഈ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് നമ്മൾക്ക് ഇനി വരുന്ന വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഒന്ന് ലിങ്ക് ഗ്രാഫ് കാണാം, അതേപോലെ ട്രസ്റ്റ് ഫോളോ, ടോപ്പിക്കൽ ട്രസ്റ്റ് ഫോളോ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഔട്ട് ബൗണ്ട് ലിങ്ക്സ്, ഡൊമൈൻ ഇൻഫർമേഷൻ, ലിങ്ക് ചാർട്ട്സ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റ് അനലൈസ് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ahrefs.com എന്നുള്ളതാണ്. ahrefs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലിങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിൽ മറ്റൊരു വെബ്സൈറ്റ് ഞാൻ ബാക്ക് ലിങ്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ വെബ്സൈറ്റിൻ്റെ ബാക്ക് ലിങ്കാണ്. അതേപോലെ എൻ്റെ വെബ്സൈറ്റ് മറ്റുള്ളൊരു പാർട്ടി അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ URL അവർ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ബാക്ക് ലിങ്കാണ്. അപ്പോൾ ബാക്ക് ലിങ്ക് എത്രത്തോളം വരുന്നുണ്ടോ സ്വാഭാവികമായിട്ട് ആ വെബ്സൈറ്റ് പ്രൊമോട്ടഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ബാക്ക് ലിങ്ക് ചെക്കറിന് വേണ്ടിയിട്ടാണ് ahrefs മെയിനായിട്ടുള്ളത്. നമ്മളത് കയറാൻ നേരത്തെ അതിൽ ahrefsൽ കയറുമ്പോൾ സൈൻ അപ്പ് ഫോർ ahrefs ക്ലിക്ക് ചെയ്യാം. അത് സബ്സ്ക്രിപ്ഷനാണത്. നിങ്ങൾക്ക് ചുരുങ്ങിയ ബഡ്ജറ്റിൽ 89 യൂറോ ആണ് കാണിക്കുന്നത് സബ്സ്ക്രിപ്ഷനിൽ മന്ത്ലി. ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സാണ്. നിങ്ങൾക്ക് എമൗണ്ട് കൂടുന്നവരും കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് പോകാം. താഴെ പറയുന്ന ഈ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു പാക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെ അത്രത്തോളം ആവശ്യം ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ലിങ്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ. ഒന്ന് മോസ്, മെയിനായിട്ട് ലിങ്ക് എക്സ്പ്ലോററിന് വേണ്ടിയിട്ടാണ്. 2 majestic.com സൈറ്റ് എക്സ്പ്ലോററിന് വേണ്ടിയിട്ടാണ്. 3 ahrefs.com ബാക്ക് ലിങ്ക് ചെക്കറിന് വേണ്ടിയിട്ടാണ്. ഇത് 3. അപ്പോൾ ഈ ടൂള് നിങ്ങൾ ഫ്രീ ആയിട്ട് ആദ്യത്തെ 2 ടൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങളത് ഇന്നൊന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. തുടർന്നും അടുത്ത സീരീസിൽ നമ്മൾ ഇതിൻ്റെ തുടർച്ചയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യമുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.